ഹലോ, അപ്പോൾ ദേ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു നാടൻ മുട്ട റോസ്റ്റാണ്. അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും 2 ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം 4 സവോള അരിഞ്ഞതും 4 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കുക. അതൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതേ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. ഇതെല്ലാം ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവോളയൊക്കെ നല്ല ബ്രൗൺ നിറമായി വരുന്നപ്പോഴത്തേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ അങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇനി. അപ്പോൾ അത് മാറി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് പിന്നെ ചേർക്കുന്നതാണ് ഒരു 1/4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കോഴിമുട്ടയൊക്കെ നമുക്ക് 2ആയിട്ട് മുറിച്ചത് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ മുട്ട റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു മുട്ട റോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ മൺചട്ടിയിലൊക്കെ തയ്യാറാക്കുക എന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.